ഗുഡ്, നന്നായിട്ടുണ്ട്. എന്ത് എന്ത് നന്നായിട്ടുണ്ടെന്ന്? ഡെക്കറേഷൻ വളരെ നന്നായിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഡെക്കറേഷൻ നോക്കി നിന്നോ, ഞാൻ പോയി ഷേളിനെ നോക്കിട്ട് വരാം. ആനയുടെ മുറി കാണാം. ഓക്കെ, ഗുഡ് ഐഡിയ. നീ ഈ വശത്തേക്ക് പോക്കോ, എല്ലാ മുറികളിലും നോക്ക്. ഞാൻ ഈ വശത്തു കൂടി പോവാം. പുറത്തെവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടെങ്കിലോ? സൈക്കോ തന്നെ ഇവള്. മോനെ അക്ഷയ്, നീ എന്തെങ്കിലും കഴിച്ചോടാ? കഴിച്ചു വെച്ചമ്മേ, ഞാൻ എന്തിനാ വിശന്നിരിക്കുന്നത്? ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതല്ലേ, റൈറ്റ്? അക്ഷയ് മോനെ, നിനക്ക് നിന്റെ ഭാവി ഭാര്യയ്ക്ക് വേണ്ടി വ്രതം എടുക്കാമായിരുന്നു. ആന്റി, ചന്ദ്രൻ ഉദിച്ചു. ആ, ചന്ദ്രൻ ഉദിച്ചെന്നോ? എല്ലാരും വാ, ചന്ദ്രൻ ഉദിച്ചെന്ന്. വേഗം വാ, നമുക്ക് ആദ്യം പൂജ ചെയ്യണം. ഇനി എന്ത് ചെയ്യും? ഇതുവരെ വന്ന കാര്യം പറയാൻ പറ്റിയില്ല. എല്ലാവരും നല്ല തിരക്കിലാ. കാർത്തിക, ഷേളിനോട് കൂടി പറയേ, ചന്ദ്രൻ ഉദിച്ചു, പൂജ ചെയ്യണോന്ന്. വേഗം വരാൻ പറ. ശരി ആന്റി, പക്ഷേ ഷേളിൻ എവിടെയാ ഉള്ളത്? എടത്തി, അവള് ഗസ്റ്റ് റൂമിലുണ്ട്. ഓക്കെ മോം, എന്റെ കൂടെ ഒന്ന് വന്നേ. ശരി, ഞാൻ ഇപ്പൊ വരാമേ. ഞാൻ വിളിച്ചോണ്ട് വരാം. മിസ്സസ് ശർമ്മ, ഞാൻ വേഗം വരാം. ആ, സുഖല്ലേ? ഇപ്പോഴും രാധിക ചേച്ചി അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. ഇനി നേരെ പൂജയ്ക്കായിട്ട് പോകും. എന്ത് ചെയ്യും ഒന്നും മനസ്സിലാകുന്നില്ല. ഇനി വന്ന് ഉറപ്പായും സംസാരിക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ കിരണിന്റെയും പ്രീതയുടെയും കാര്യം സംസാരിക്കും. അതും ഇന്ന് തന്നെ. പ്രീത, ഇവിടെ വാ. അമ്മേ, സൃഷ്ടി, അല്ല, ഒരു മിനിറ്റ്. ആദ്യം അമ്മ ഇത് പറഞ്ഞേ. അമ്മ എന്ത് കാര്യത്തിനാ വന്നേ? മോളെ, ഞാൻ സൃഷ്ടിയുടെ കൂടെ വന്നതാ. സൃഷ്ടിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു, അതാ വന്നത്. അതാ ചോദിക്കുന്ന, അവളെവിടെ? അതൊന്നും എനിക്ക് അറിയില്ലമ്മേ. എനിക്ക് ഇത് മാത്രം അറിഞ്ഞാ മതി. കാര്യം എന്താ? ഞാൻ രാധിക ചേച്ചിയെ കാണാൻ വന്നതാ. പിന്നെ സൃഷ്ടി പറഞ്ഞതുപോലെ നിന്റെ കല്യാണക്കാരി സംസാരിക്കണം. സരള, നിങ്ങൾക്ക് മകളോട് എത്ര വേണേലും പിന്നെ പറയാലോ. ആദ്യം പൂജയ്ക്ക് വരുന്നേ. വേഗം വാ, പൂജയുടെ ചടങ്ങുകൾക്കൊപ്പം എന്റർടൈൻമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോ വരാം. വേഗം വരണം കേട്ടോ. മോളെ, ഇവിടുള്ളവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഓരോന്ന് ചെയ്യുന്നത്. നീ ഒന്ന് സന്തോഷിക്കണ്ട മോളെ. എന്റെ പൊന്നുമോളല്ലേ നീ. പെട്ടെന്ന് വരണേ, പെട്ടെന്ന്. ഈ അമ്മയ്ക്ക് ഇതെന്തു പറ്റി ഇത്ര സന്തോഷിക്കാൻ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? പിന്നെ എന്റെയും പൃഥ്വിയുടെയും കാര്യം രാധിക ആന്റിയോട് തിരക്കിട്ട് പറയേണ്ട കാര്യം എന്താ? അവരിന്നല്ലേ വന്നത്. ഞങ്ങള് തമ്മിലുള്ള ബന്ധം ഇതുവരെ ഉറപ്പിച്ചിട്ടുമില്ല. ആ ഷേളിനെ അവിടെ എങ്ങും കാണുന്നില്ല. ആന്റിയുടെ റൂമിലും ഇല്ല. നിനക്കറിയോ കിരൺ, അമ്മ എന്തിനാ ഇവിടെ വന്നേന്ന്? എന്റെയും പൃഥ്വിയുടെയും കല്യാണ കാര്യം രാധിക ആന്റിയോട് പറയാൻ വേണ്ടിയാ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ ആ ബന്ധം... ഏത് നേരവും പൃഥ്വി സദാസമയം അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക്. അവനിന്ന് ഫോക്കസ് മാറ്റി ജോലിയിൽ ശ്രദ്ധിക്കാൻ നോക്കാം. നമുക്കൊരു മിഷനുണ്ട്. മതിയായി എനിക്ക് ആ പേര് കേട്ട. ഏത് നേരം നോക്കിലും പൃഥ്വി. അങ്ങനെ ഒന്നുമില്ല. ഞാൻ നിന്നോട് അമ്മ ഇവിടെ വന്നതിന്റെ കാരണം പറഞ്ഞേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വാട്ട് എവർ. ബേബി, ചന്ദ്രൻ എപ്പോ വരും? എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി ഇത്തിരി സമയം കൂടി ബാബ്സ്. എല്ലാവരും മുകളിലേക്ക് വാ, ചന്ദ്രൻ ഉടൻ പോകും. എല്ലാവരും വന്നേ, പെട്ടെന്ന്. എന്റെ ഭാവി ചേട്ടത്തി, ചന്ദ്രൻ വന്നല്ലോ. ഷേർലിൻ, നീ ഓക്കെ ആണോ? എന്തു പറ്റി? യെസ് കാർത്തിക, ഞാൻ ഓക്കെയാണ്. കുറച്ച് ക്ഷീണം തോന്നി, അതാ കുറച്ച് വിശ്രമിക്കാന്ന് കരുതിയത്. ജസ്റ്റ് ഗിവ് മീ 5 minutes. ഞാൻ മുടി ശരിയാക്കിയിട്ട് വരാം. ഓക്കെ, പെട്ടെന്ന് വരും. എന്തു പറ്റി? വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അതൊന്നുമില്ല. ഞാൻ നിനക്ക് താങ്ക്സ് പറയാൻ വേണ്ടി. അത് ചന്ദ്രൻ ഉദിച്ചെന്ന അത്ര വലിയ സന്തോഷവാർത്ത തന്നതിന് താങ്ക് യു. മൈ പ്ലഷർ. പിന്നെ ഒട്ടും വൈകാതെ മുകളിലേക്ക് വരണം. എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ ഓക്കെ. ബേബി, ചന്ദ്രൻ പുറത്തു വന്നു. നീ എത്ര നാൾ ഒളിക്കും? നീയും പുറത്തു വാ.
ഞാൻ ഇപ്പൊ തന്നെ വൈകി. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ എന്റെ വ്രതം മുറിക്കാം. ചന്ദ്രനെ ഞാൻ ജനലിൽ കൂടെ നോക്കിക്കോളാം. ഓക്കെ? ഡോണ്ട് ബി സില്ലി ബേബി. നീ എനിക്ക് വേണ്ടി വ്രതം എടുത്തതാ. നിന്റെ പൃഥ്വിക്ക് നീ ദിവസം മുഴുവൻ വിശന്നിരുന്നു. നിന്റെ വ്രതം പ്രോപ്പറായി തന്നെ നീ പൂർത്തിയാക്കണം. മറ്റുള്ള പെൺകുട്ടികളെ പോലെ പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ അവകാശത്തോടെ, ടോട്ടൽ എക്സൈറ്റ്മെന്റ് നീ എൻജോയ് ചെയ്യും. പിന്നെ നിന്റെ വ്രതം അത് ടെറസിൽ വെച്ച് തന്നെ മുറിക്കണം. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എങ്ങനെ? അത് നീ എനിക്ക് വിട്ടേക്ക്. നിനക്ക് നിന്റെ ബേബി അറിയാലോ. നിന്റെ പൃഥ്വി ആളൊരു പുലിയാണെന്ന് അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല. പിന്നെ ആദ്യം തീർത്ഥം ഞാൻ തന്നെ നിനക്ക് തരും. ആ രോഹിത്തിനേക്കാൾ നിന്നിൽ അവകാശം എനിക്കാണ്. എല്ലാം ഇപ്പോഴും അങ്ങനെയായിരിക്കും. റൈറ്റ്? എവിടാ ചന്ദ്രൻ? നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ പ്ലീസ്. എന്ത് നോക്കാനാ? ചന്ദ്രൻ എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. നിലാവ് പോലും കാണാനില്ല. സത്യത്തില് കാർത്തിക ചന്ദ്രനെ കണ്ടോ അതോ ഇല്ലയോ? അതോ ഇനി അവളുടെ കൊടും വിശപ്പ് കാരണം അവൾക്ക് അങ്ങനെ തോന്നിയതാണോ? അതോ ഇനി കണ്ണു തുറന്നു വെച്ച് സ്വപ്നം കണ്ടതാണോ? ഐ മീൻ ദാറ്റ്സ് ക്വൈറ്റ് പോസിബിൾ. അല്ല കവിത മാം, സ്വപ്നമൊന്നും അല്ല. കാർത്തികയുടെ കൂടെ ഞാനും ചന്ദ്രനെ കണ്ടതാ. ആഹാ, എല്ലാരും കേട്ടല്ലോ. സൃഷ്ടി ഇക്കാര്യത്തിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം അവള് വ്രതം എടുത്തിട്ടുമില്ല, മറ്റുള്ളവരെ പോലെ വിശന്നിരിക്കേണ്ട ആവശ്യമില്ല. ഷേർലിനെ അവിടെയും കാണാനില്ലല്ലോ. അല്ല, അവളിവിടെ ഉണ്ടാവേണ്ടേ അല്ലേ? അതെ, ഉറപ്പായി അവിടെ കാണേണ്ടതാ. എല്ലാവരും എത്തിക്കഴിഞ്ഞു. പൂജയ്ക്കുള്ള ടൈമുമായി. ഷേർലിൻ ഇവിടെ ഉണ്ടാവേണ്ടതാ. ആന്റി, അമ്മ, ഷെർലിൻ 2 മിനിറ്റിനുള്ളിൽ വരുന്നതാണ്. ഓക്കെ. പക്ഷെ അമ്മ, നിങ്ങൾ എന്താ ഇതുവരെ പൂജ തുടങ്ങാത്തത്? ചന്ദ്രനെ കാണാതെ നമ്മൾ എങ്ങനെയാ മോളെ പൂജ തുടങ്ങുക? ചന്ദ്രൻ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒളിച്ചു കളിക്കുകയാണെന്ന് തോന്നുന്നു. ആന്റി പ്ലീസ്, അങ്ങനൊന്നും പറയില്ലേ. സത്യമായിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയും വൈകിയാൽ ഉറപ്പായി ഞാനിവിടെ കുഴിഞ്ഞു വീഴും. പ്ലീസ് പ്ലീസ് അമ്മ, ഞാൻ നേരത്തെ ചന്ദ്രനെ കണ്ടതാ. പ്ലീസ് അമ്മ. ഓഹോ, ശരി, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പേടിക്കണ്ട, അങ്ങനെ ബോധം കെട്ട് വീഴാനൊന്നും നിന്നെ ഞാൻ സമ്മതിക്കില്ല. ചന്ദ്രനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും നല്ല രസമുള്ള കാര്യം. ഓക്കെ? അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ചന്ദ്രനെ വീണ്ടും കാണും വരെ നിങ്ങൾ നിങ്ങളുടെ ഡാൻസ് ഒന്ന് തുടങ്ങാത്ത എന്താ? കാണാൻ നല്ല രസമായിരിക്കില്ലേ? അതെ, അങ്ങനെ തന്നെ ചേച്ചി. അതാ വന്നു. ഷേർലിൻ, മോളെ നീ വന്നോ? പക്ഷേ നിനക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. ചന്ദ്രൻ ഇതുവരെ ഉദിച്ചില്ല. ഇന്ന് ചന്ദ്രൻ നമ്മുടെ കൂടെ കണ്ണുപൊത്തി കളിക്കുക. അതൊന്നും സാരമില്ല ആന്റി. എന്ത് കോപ്രായോ ഈ സൈക്കോ കാണിക്കുന്നേ? ആരുടെ കൂടെ വേണമെങ്കിലും ഡാൻസ് കളിച്ചോളൂ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച
ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടനഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നിഞ്ചലിക്ക് മുത്താരം. എല്ലാരും നോക്കിയേ, ചന്ദ്രൻ ഉദിച്ചു. നോക്ക്, വ്രതം അവസാനിക്കാറായി. വ്രതം അവസാനിക്കാറായി. ചന്ദ്രനെ കണ്ടല്ലോ. അതെ അതെ, ശരിയാ. നോക്ക്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? അതെ അതെ, മറഞ്ഞു കഴിഞ്ഞല്ലോ. അറിയത്തില്ല ഈ ചന്ദ്രൻ നമ്മളെ ഇന്ന് എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുമെന്ന്. ഇന്നെന്താ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ചന്ദ്രനെ നോക്കി വ്രതം മുറിച്ചോ. അങ്ങനെയൊന്നും പറ്റില്ല. അമ്മ എന്താ മോനോട് പറഞ്ഞു കൊടുക്കാത്തത്? പ്രീത, എടി ഇങ്ങോട്ട് പൊട്ടിക്കാളി. ഞാൻ കുറെ നേരോട്ട് വാച്ച് ചെയ്യാം. ഇവിടെ പരിചയമുള്ളവർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്താ ചെയ്യാ നമ്മള്? എന്നാലും സാരമില്ല, നമ്മുടെ ഷാലിനെ ശ്രദ്ധിച്ചേ മതിയാകും. അവൾ അവളുടെ നാവ് കൊണ്ട് പറഞ്ഞതാ ഇന്ന് എന്തായാലും അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൈ കൊണ്ട് വ്രതം മുറിക്കുമെന്ന്. അതിനർത്ഥം അയാൾ ഇവിടെ ഉറപ്പായി വരുമെന്നാ. അതോടെ ഷാലിന്റെ മുഖംമൂടി എല്ലാവരുടെ മുമ്പിൽ വഴിഞ്ഞു വീഴുന്നതായിരിക്കും. നമ്മൾ ഈ അവസരം പാഴാക്കാൻ പാടില്ല. രണ്ടുപേരും കൂടി എന്ത് രഹസ്യം പറയാ? ആന്റി, അത് ദാഹിച്ചപ്പോ ഞാൻ വെള്ളം ചോദിക്കായിരുന്നു പ്രീതയോട്. അതിന് വീട്ടിലുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? പുറത്തുള്ളവരോടാണോ? നീ ഇവിടെ വാ, ഇവിടെ വരൂ. ആന്റി, നീ നിന്റെ ചേട്ടനോട് സംസാരിക്കും. ഞാനിപ്പോ വെള്ളം കൊണ്ട് ശരി ആന്റി. പക്ഷെ ചേട്ടനോട് സംസാരിക്കാൻ ചേട്ടന്റെ മുമ്പിൽ ഉണ്ടാവണ്ടേ? ദേ കണ്ടില്ലേ? ഹായ്. ഹായ്. നീ ഇത് എവിടെ പോയതാ? ഐ എം ഹിയർ ബ്രോ. മോനെ, ഇവൻ വെറുതെ പറയുകയാ. ഇവൻ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. എന്നോട് ഇവന്റെ അമ്മ പറഞ്ഞതാണ് ഇവൻ ഈയിടെയായി ഇവിടെയൊന്നും അല്ല എന്ന്. അമ്മ എന്തു പറഞ്ഞു? അതെന്താന്ന് വെച്ചാൽ എനിക്കത് തുറന്ന് പറയാൻ പറ്റില്ല, രഹസ്യമാണ്. നിന്റെ അമ്മ പറയാൻ അനുവാദം തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കില്ല. ഞാനിത് എന്താ കേൾക്കുന്ന കിരൺ? എന്തു പറ്റി? നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാ നീ ഇത് എപ്പോഴാ നോക്കുന്നേ? എന്തു പറ്റിയെന്ന് പറ. ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഇവന്റെ മുഖം കാണുമ്പോ തന്നെ അറിയില്ലേ, ഇവന്റെ മുഖത്തൊന്നും മനസ്സിൽ വേറൊന്നുമാണെന്ന്. ഡാഡ് എന്തൊക്കെയാ പറയുന്നേ? മോൻ വെറുതെ തമാശ പറഞ്ഞായിരിക്കുന്നേ. ഡാഡ് ഇത് കാര്യമാക്കിയോ? അതേ മോനെ, എനിക്ക് അമ്മയെ നന്നായി അറിയാം, നിന്നെയും അറിയാം. ഇവിടെ എന്താ നടക്കുന്നേ? ഇതുവരെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തില്ലേ? എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. ലിസൺ, ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെന്റും സെർവിംഗും പെർഫെക്റ്റ് ആയിരിക്കണം. യു ഗെറ്റ് ദാറ്റ്? വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സ്റ്റെയറിംഗ്? കം ഓൺ ഫാസ്റ്റ്. എല്ലാം വേഗം റെഡിയാക്കൂ. ശരി, എല്ലാവരും അവരവരുടെ പ്ലേസുകളിൽ നിൽക്കണം. പിന്നെ വളരെ നന്നായി എല്ലാ ഗസ്റ്റുകൾക്കും സെർവ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, നന്നായി ജോലി ചെയ്യണം. ഒരു കാരണവശാലും യാതൊരു തെറ്റും സംഭവിക്കരുത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഇതാരാണ്? ഇതെന്റെ സ്റ്റാഫ് അല്ലല്ലോ. നിൽക്കൂ. എനിക്ക് വേഗം കുറച്ച് വെള്ളം വേണം, നല്ല തണുപ്പുള്ളത്. എന്താ ചേച്ചി ലക്ഷ്യം ഒന്ന് ശ്രദ്ധ വേറൊരിടത്തും എന്തെങ്ങനെ കാണിക്കുന്നേ? എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കിരൺ സാറിന്റെ കാര്യം പറഞ്ഞേ. അതാണ് ചേച്ചിയുടെ ലക്ഷ്യം. ഈ ഷെർലിനെ നോക്കിക്കൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ? നീ ഓ ഗോഡ്, ഇപ്പൊ ഇവളുടെ കഥ മുഴുവനും പറയുന്നത് പോസിബിൾ അല്ല. ഞാനിവിടെ ഷെർലിനെ നോക്കി നിന്ന് എന്താന്നറിയോ? അവൾ എത്ര നല്ല ഡ്രസ്സാ ധരിച്ചിരിക്കുന്നത് നോക്കി. അവളുടെ ഡ്രസ്സ് നോക്കി നിൽക്കായിരുന്നു ഞാൻ. എനിക്ക് അത്ര നന്നായിട്ടൊന്നും തോന്നിയില്ല അവളുടെ ഔട്ട്ഫിറ്റ്. Whatever. ചേച്ചി, കിരൺ സാറിന്റെ ലക്ഷ്യം എന്ത് പെർഫെക്റ്റാ. സാർ ചേച്ചിയാ നോക്കുന്ന. നോക്ക് 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 നോക്ക്.
അല്ല ചേച്ചി, സാർ ചേച്ചി നോക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ ഷർലിനെ നോക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് എന്താ പറ്റിയത്? ഐ തിങ്ക് കിരണിനും ഷർലിന്റെ ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണും. എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഡിക്റ്റോ ഒരുപോലെ. അതൊക്കെ പോട്ടെ, ഇത് പറ, നീ ഇവിടെ എന്ത് ചെയ്യാനാ വന്നേ? അമ്മയും വന്നിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെ രാധികാന്റെ ഇൻവൈറ്റ് ചെയ്തോ? അതല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സൃഷ്ടി. എന്റെയും പൃഥ്വിയുടെയും ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് രാധിക എന്റെയോട് ഇത്ര പെട്ടെന്ന് പറയേണ്ട ആവശ്യം എന്താ? അതാണെങ്കിൽ ഇതുവരെ ഉറപ്പിച്ചിട്ട് പോലുമില്ല. നീ എന്താണെന്നൊന്ന് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോറി ചേച്ചി, അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? നീ എന്റെ അനിയത്തിയല്ലേ? ആ, ചേച്ചി എന്റെ ചേച്ചിയാണ്, പക്ഷെ അതെന്റെ അമ്മയാ. പിന്നെ ബന്ധം വെച്ച് നോക്കിയാ അമ്മയല്ലേ വലുത്. അമ്മ എന്നോട് ഒരു കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബൈ. ചന്ദ്രൻ വന്നു. വരൂ വരൂ. വരൂ വരൂ, എല്ലാവരും വരൂ, താലി എടുത്തോളൂ. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. അതെ, പെൺകുട്ടികളെ ആദ്യം അരിപ്പയിലൂടെ ചന്ദ്രനെ കാണൂ, പിന്നെ അതിലൂടെ ഭർത്താവിനെ കാണൂ. പിന്നെ ഒരു കാര്യം, പരസ്പരം മാറിപ്പോയാൽ എല്ലാം കുളമാകും. ഈ സൃഷ്ടി എവിടെ പോയിരിക്കുക? നമുക്കൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടെ? അയ്യോ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? മാം, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഏയ് ഏയ്, ഒരു മിനിറ്റ് നിൽക്കൂ, ഒന്ന് നിൽക്കൂ. ഇത് ഈ ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ കേട്ടത്?